കേരളത്തിന്റെ വികസന ഉത്സവം കാണാൻ വേണ്ടി ഇപ്പോൾ ധാരാളം ആളുകളാണ് രാവിലെ മുതൽ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ ഈ വിഴിഞ്ഞം ഇതിന്റെ ഉദ്ഘാടനത്തെ നോക്കി കാണുന്നത്? ഇതിൻ്റെ ഉദ്ഘാടനത്തിനെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ LDF സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള വികസന നേട്ടങ്ങളുടെ ഏറ്റവും ത്രിവർണ്ണ പതാക നമ്മുടെ പതാകയെ ഉയർത്തി കാണിക്കുന്ന ഒരു വികസന നേട്ടം തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വികസന നേട്ടം തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്താ പറയുക? മലയാളിയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും അഭിമാനപൂർവ്വമായ ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മൾ എത്രയോ വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു പദ്ധതി, നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി മലയാളിയെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള ഒരു ദിവസം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഈ LDFൻ്റെ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വളരെ അങ്ങേറ്റം നടന്ന വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തത്വനിഷ്ഠയില്ലാത്ത ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വികസനം തിരുവനന്തപുരത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തുറമുഖമായി മാറുന്നു. അത് ഏറ്റവും വലിയ സന്തോഷിക്കുന്ന നിമിഷം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ്റിൽ കിട്ടുന്ന ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു പുൻതൂലായിരിക്കും. കാരണം അത്ര ആ രീതിക്കുള്ള ഒരു വികസന പദ്ധതിയാണ് ഈ വിഴിഞ്ഞത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. എന്തുകൊണ്ടും മലയാളിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഓരോ ജനതയെ സംബന്ധിച്ചും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആൾക്കാർക്കും വളരെ ഗുണകരമായ രീതിയിൽ വികസനം ഉണ്ടാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ച്, നാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പറയാൻ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ സർക്കാരിനൊരു പുൻതൂവലാകുന്നു. ഈ പറയുന്ന ഇച്ഛാശക്തിയോട്, ഗവൺമെൻറ്റിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇച്ഛാശക്തിയോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കിയത്. ശ്രീ പിണറായി വിജയൻ്റെ വളരെ ഇച്ഛാശക്തിയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ പദ്ധതിയെ വൻകിട പദ്ധതിയായി മാറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാർക്ക് സംശയമില്ല. അവിടെ കൊച്ചു കുഞ്ഞുമൊക്കെ ആയിട്ട് അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണോ നിങ്ങൾ? കുഞ്ഞൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. നിന്റെ പേരെന്താ? ആണോ? തൊട്ടപ്പുറത്ത് മോളുണ്ട്. ഇത് കാണാൻ വന്നിരിക്കുകയാണോ? സന്തോഷമുണ്ടോ? വലിയൊരു വികസന പദ്ധതിയാണ് നമ്മുടെ മുമ്പിലേക്ക് യാഥാർത്ഥ്യമായി വരുന്നത് അല്ലേ? ഈ പോർട്ടിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ നാടിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതിൻ്റെ ഈ വികസനം പാർട്ടി ഭേദമന്യേ, പക്ഷഭേദമന്യേ എല്ലാ ആളുകൾക്കും പ്രയോജനകരമായ ഒന്നായി തീരും. ഇവിടെ കാണാൻ സാധിച്ചത് BJP-ക്കാരും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ എന്താ പറയാനുള്ളത്? ഫ്ലക്സിലൊന്നും കാര്യമില്ല. നിജസ്ഥിതി, അതായത് സത്യാവസ്ഥ എന്തെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ധാരാളം മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ പ്രധാനമന്ത്രി വരുന്നു എന്നുള്ള ഒരു പേരും പറഞ്ഞുകൊണ്ടാണ് കുറേ ആളുകൾ അവർ കൂട്ടി വെച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഒരു അവകാശവും അവർക്ക് ഉന്നയിക്കാനില്ല. ഒരു 10 പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് മുടക്കാതെ അതിൻ്റെ 61% തുക കേരള സർക്കാർ മാത്രം മുടക്കിക്കൊണ്ട് ബാക്കി അദാനിയൊക്കെ ചേർന്നുകൊണ്ട് നടത്തിയ ഈ ഒരു പദ്ധതി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കും. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാൽ തന്നെയും നമ്മുടെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ പോർട്ടിൻ്റെ പ്രയോജനം എത്തരത്തിൽ ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. പ്രായമുള്ള ഒരാളാണ്, നിങ്ങളെ സംബന്ധിച്ചോളം ഈ വികസനം നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ കാണാൻ സാധിച്ചത് സന്തോഷമുണ്ടോ? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇത് വരണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒറ്റ പ്രയത്നത്തിലാണ് ഇതിവിടെ വരാൻ കാര്യം. അത് ഇനിയും നല്ല രീതിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. പോകേണ്ടതുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ്. മനു എന്നാലും വലിയ ആവേശത്തിലാണ് ഈ പ്രായമുള്ള ചേട്ടനെ പോലെ തന്നെ. അവർക്കൊക്കെ തന്നെ ഈ വികസന പദ്ധതി നേരിട്ട് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. മനു.